അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ ബറാഅത്തിനെ നമ്മൾ സ്വീകരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ബറാഅത്തിൻ്റെ രാത്രിയിൽ നമ്മൾ പാരായണം ചെയ്യേണ്ട പരിശുദ്ധ സൂറത്തുകളെക്കുറിച്ചും, യാസീൻ 3 യാസീൻ ഓതണം, ഒരു സൂറത്തു ദുഹാൻ ഓതണം, അപ്പോൾ എന്ത് നിയത്താണ് വെക്കേണ്ടത്, ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റാത്ത സ്ത്രീകൾ എന്ത് ചെയ്യണം, എന്ത് ദിക്റ് ചൊല്ലണം, ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്, ഒറിജിനൽ നെയ്യ് നമ്മൾ വിതരണം ചെയ്യുന്നു. മുടി കൊഴിച്ചിൽ മാറാൻ, നമ്മുടെ മക്കളുടെ, നമ്മുടെയൊക്കെ മുടി കൊഴിച്ചിൽ അകാല നര വരുന്നുണ്ട്. ആ നരയെല്ലാം ഈ എണ്ണ കൊണ്ട് മാറുന്നുണ്ട്. അത്തരം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം വെരിക്കോസ് മാറാൻ, മൈഗ്രെയിൻ മാറാൻ, ഇങ്ങനെ എന്താവശ്യമുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഏതായാലും എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബറാഅത്ത് രാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സ്വഭാവങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇനി പരിശുദ്ധ ബറാഅത്ത് രാത്രിയിൽ ഞാൻ പറഞ്ഞു, ഗൾഫ് രാഷ്ട്രങ്ങളിൽ, പല രാഷ്ട്രങ്ങളിലും നാളെ അഥവാ വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ് വരുന്നത്. പിന്നെ കേരളത്തിൽ ഏകദേശം വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് വരുന്നത്. ചിലപ്പോൾ ഖാദിമാരുടെ പ്രഖ്യാപനങ്ങൾ മുഖേന ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകാം. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ നാടുകളിൽ ഷഅബാൻ 15 രാത്രി ഏതാണ് നോക്കുക. ഷഅബാൻ 15 രാത്രി ഏതാണ് എന്ന് നോക്കുക. അന്ന് രാത്രി തന്നെയാണ് ബറാത്ത്. ഷഅബാൻ 15 വേറെ, ബറാത്ത് വേറെ, അങ്ങനെയല്ല. ഷഅബാൻ 15 രാത്രിയാണ് ബറാഅത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത്. അതുപ്രകാരം ആ രാത്രി വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആദ്യം ഈ ബറാഅത്ത് രാത്രിയിൽ 3 യാസീനും അതോടൊപ്പം സൂറത്തു ദുഹാനും പാരായണം ചെയ്യേണ്ടത് അസറിന് ശേഷമാണോ മഗ്രിബിന് ശേഷമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഭൂരിഭാഗം പണ്ഡിതന്മാരും മഗ്രിബിന് ശേഷം, മഗ്രിബ് ഇശാഇൻ്റെ ഇടയിലായിട്ടാണ് ഇത് ഓതേണ്ടത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ ചില പണ്ഡിതന്മാർ അത് അസറിന് ശേഷം എന്നും പറയുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സമയത്ത്, പ്രധാനമായിട്ടും മനസ്സാന്നിധ്യം കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാൻ ഏറ്റവും സൗകര്യപ്പെട്ട സമയം, അതോടൊപ്പം ഈ 3 യാസീൻ വലിയ തിരക്കുകൾക്കിടയിൽ ഓതി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ അന്ന് രാത്രി വെച്ച്, അല്ലെങ്കിൽ കച്ചവടക്കാരനാണ്, പെട്ടെന്ന് തിരക്കുണ്ട് പോകാൻ, അവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ബറാഅത്തിൻ്റെ രാത്രിക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ബറാഅത്ത് രാത്രി എന്ന് പറഞ്ഞിട്ട് യാസീൻ ഓതാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോകാവുന്നതാണ്. ഈ ഒരു രാത്രിയെങ്കിലും അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് തന്നെ ആ രാത്രിക്ക് വേണ്ടി കാത്തു നിൽക്കണമെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സമയങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മഗ്രിബിൻ ഇശാഇൻ്റെ ഇടയ്ക്ക് തന്നെ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അസറിന് ശേഷമാണ് സൗകര്യം, മഗ്രിബിന് ശേഷം പറ്റുന്നില്ല എങ്കിൽ ആ രീതിയിൽ 3 യാസീൻ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല നാടുകളിലും ചിലപ്പോൾ പല രീതിയിലായിരിക്കാം. പല പള്ളികളിലും പല സമയത്ത് ഓതുന്ന പള്ളികളുണ്ട്. ചില പള്ളികളിൽ 1 യാസീൻ മാത്രം ഓതുന്നുണ്ട്, ബാക്കി 2 യാസീൻ പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് ഓതുക, അല്ലെങ്കിൽ 3 യാസീനും പൂർത്തിയായിട്ട് ഓതുന്ന പള്ളികളുണ്ട്. അസറിന് ശേഷം യാസീനും പൂർത്തിയായിട്ട് ഓതുന്ന പള്ളികളുണ്ട്. അപ്പോൾ പല നാടുകളിലും അത്തരം രീതികളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ 3 യാസീൻ ഓതാൻ വേണ്ടി നമ്മൾ റെഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി പറ്റുന്ന സമയത്ത് നമുക്കത് പാരായണം ചെയ്യാൻ പറ്റും. നമ്മൾ യാസീൻ ഓതുമ്പോൾ ഒന്നാമത്തെ യാസീനു വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത് ദീർഘായുസ് ആഫിയത്തോടുകൂടെ ഉണ്ടാകണം. ആഫിയത്തോടെയുള്ള ദീർഘായുസാണ് ചോദിക്കേണ്ടത്. അല്ലാതെ വെറും ദീർഘായുസ് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടമുള്ളത്? പല ആളുകളും ആശുപത്രി കിടക്കയിൽ വർഷങ്ങളോളം കിടക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ദീർഘായുസ്സുണ്ട്, ആഫിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മരണം വരെ
മറ്റൊരാളുടെ സഹായമില്ലാതെ ഉളു എടുത്ത് സ്വന്തം നിസ്കരിക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമങ്ങളുണ്ടാകണം. ആഫിയത്തുള്ള ദീർഘായുസ് മാത്രം നമുക്ക് വേണം. എപ്പോഴും ചോദിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ നിയത്ത് ആഫിയത്തുള്ള ദീർഘായുസാണ്. എന്നിട്ട് നമ്മൾ ഫാത്തിഹ ഓതി യാസീൻ പാരായണം ചെയ്ത്, യാസീൻ ഓതുമ്പോൾ ധൃതി കൂട്ടി ഓതാതെ തെറ്റോടുകൂടി ഓതാതെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓതുക. യാസീൻ ഓതാൻ അറിയാത്ത ആളുകളുടെ കാര്യം ഞാൻ പിന്നീട് പറയാം. അങ്ങനെ യാസീൻ ഓതി സദഖല്ലാഹുൽ അലിയ്യുൽ അദീം എന്നും ചൊല്ലി മനസ്സുകൊണ്ട് യാസീൻ ഓതുമ്പോൾ അല്ലാഹ് എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ എന്നുള്ള നിയത്ത് വേണം. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ മനസ്സുകൊണ്ട് കരുതേണ്ടത് റിസ്ക് വിശാലമാകണം. അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ റിസ്ക് വിശാലമാക്കി തരണം. എന്താണ് ഈ റിസ്ക്? നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ ശാരീരികമായ ഉയർച്ച, ഉന്നതി, ജീവിക്കാനുള്ള ഭക്ഷണം, വസ്ത്രം, സൗകര്യങ്ങൾ, ഇതെല്ലാം റിസ്കിൽ പെട്ടു. അപ്പോൾ ഇത് വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. പലപ്പോഴും നമ്മോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടം കൊണ്ട് വല്ലാത്ത പ്രതിസന്ധികളിൽപ്പെട്ട ആളുകൾ, വീടില്ലാതെ തെരുവുകളിൽ കഴിയുന്ന ആളുകൾ, ടാർപോളിൻ ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ, കടം കൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ റിസ്ക് വിശാലത എന്ന് പറയുന്നത് ഇത്തരം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ വിശാലമായ ബറക്കത്ത് ജീവിതത്തിൽ എത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ റാഹത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈ ബറാഅത്ത് രാത്രി അതിനു വേണ്ടി മാറ്റിവെച്ച് ചൊല്ലാതിരിക്കുക എന്നുള്ളത് മഹാവിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് രാത്രി ആ യാസീൻ ഓതുമ്പോൾ അല്ലാഹ് എൻ്റെ റിസ്ക് വിശാലാകണം എന്ന് കരുതി യാസീൻ തെറ്റുകൂടാതെ ഒരാൾ ഓതുകയും ആ പവിത്ര രാത്രിയിൽ അവൻ്റെ യാസീനുകൾ അല്ലാഹ് സ്വീകരിക്കുകയും ചെയ്താൽ ഉറപ്പിച്ചെഴുതി വച്ചോ, ആ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, റിസ്ക് വിശാലതയുടെ ദിനങ്ങളായിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. പ്രയാസപ്പെടേണ്ടി വരില്ല. സാമ്പത്തികമായ പ്രയാസം, ഭക്ഷണത്തിനുള്ള പ്രയാസം, വസ്ത്രത്തിനുള്ള പ്രയാസം, വീടിനുള്ള പ്രയാസം, ഇങ്ങനെ ഒരു പ്രയാസം അല്ലാഹ് തരില്ല. ബിസിനസ്സിലുള്ള വലിയ വിശാലത തരും. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ദുന്യവിയായ ജീവിതത്തിൽ അവനിക്ക് ഇസ്സത്ത് വേണം. ഇസ്സത്ത് വേണമെങ്കിൽ സമ്പത്ത് വേണം. അതും നമുക്ക് റബ്ബിനോട് ചോദിക്കാം. ഏറ്റവും നല്ല അവസരമെന്ന് പറയുന്നത് പരിശുദ്ധ ബറാഅത്ത് രാത്രി ആ റിസ്ക് വിശാലതയുടെ യാസീൻ നല്ല നീയത്തോടുകൂടെ നമ്മൾ രണ്ടാമത്തെ യാസീൻ ഓതുക, സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പിന്നെ മൂന്നാമത്തെ യാസീൻ നമ്മുടെ ആഖിബത്ത് നന്നാകുക, അവസാനം നന്നായി മരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് അവസാനം നന്നായി മരിക്കുക എന്നുള്ളത്, അല്ലേ? വലിയ ഖാജ അല്ലെങ്കിൽ 30 ജുസ് മനപ്പാടാക്കിയ ഹാഫിളാണ്, വലിയ ഷെയ്ഖാണ്, ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം മരിക്കുന്ന സമയം ശൈത്താനുൽ ഇബ്ലീസിൻ്റെ ഷർറിൽ പെട്ടുപോയാൽ, അവൻ്റെ കുതന്ത്രത്തിൽ പെട്ടുപോയാൽ അവൻ്റെ ജീവിതം പോയി. ഇത്രകാലം ജീവിച്ച ഇത്രകാലം വലിയ പണ്ഡിതനായി, വലിയ ആലിമായി, വലിയ സേവനങ്ങൾ ചെയ്ത് ജീവിച്ച വലിയ ഹാജിക്കയാണ്. പക്ഷേ ആഖിബത്ത് നന്നായില്ല, മരിക്കുന്ന സമയം അവസാനം നന്നായില്ല, പോയില്ലേ. അവൻ്റെ ജീവിതത്തിൽ അതുവരെ അവൻ ചെയ്ത അമലുകൾ എന്തിനു വേണ്ടി? ഒന്നുമില്ല, ഒന്നും സ്വീകരിക്കുന്നില്ല. കാഫിറായിട്ട് ചത്തുപോകേണ്ട അവസ്ഥ പല ആളുകൾക്കും വരുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാൻ, ഞങ്ങൾ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങൾ ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആ മൂന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് ഞങ്ങളുടെ അവസാനം നന്നാക്കണമെന്ന നല്ല നീയത്തോടുകൂടെ മൂന്നാമത്തെ യാസീൻ പാരായണം ചെയ്യുക. ഇങ്ങനെ 3 യാസീൻ ഇടയ്ക്ക് സംസാരിക്കാതെ, മറ്റു വിഷയങ്ങളിൽ ഇടപെടാതെ, അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച് നമ്മൾ ആ ദിനരാത്രങ്ങളെ, ആ ദിനത്തെ നമ്മൾ സമ്പൽ സമൃദ്ധിയുടെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദിനമായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം.
ആ രാത്രിയിൽ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഒരാൾക്ക് സുഖമില്ലാതായി, ഒരു യാസീൻ ഓതിയിട്ട് കഴിഞ്ഞു, സുഖമില്ലാതായി, അതൊന്നും എഴുതറാണ്. അല്ലാതെ ദുന്യവിയായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി നമ്മൾ യാസീൻ ഓതാൻ സമയം കണ്ടെത്താതെ ഒരു യാസീൻ ഓതി ഒപ്പിക്കുക. എന്തിനു വേണ്ടി പ്രിയപ്പെട്ടു? എന്തിനു വേണ്ടി സമ്പാദിക്കുന്നു? എന്തിനു വേണ്ടി ജീവിക്കുന്നു? എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു? ഒന്നുമില്ല. സീറോയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയത്തിൽ എല്ലാവരും ജാഗരൂകരായി 3 യാസീനു വേണ്ടി സമയം കണ്ടെത്തി തെറ്റുകൂടാതെ ഓതി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യണം. 3 യാസീൻ കഴിഞ്ഞ് സൂറത്തു ദുഖാൻ നമ്മൾ മറിച്ച് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യണം. സൂറത്തു ദുഖാൻ ഒരു പ്രാവശ്യം സൂറത്തു ദുഖാനും പാരായണം ചെയ്യാം. ഈ 3 സൂറത്ത് യാസീൻ, സൂറത്തു ദുഖാൻ പാരായണം ചെയ്ത് പറ്റാവുന്നവർ അല്പം ദിക്റുകൾ ചൊല്ലി നമ്മളെന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബേ, ഈ പറഞ്ഞ 3 നിയ്യത്തുകളും എനിക്ക് നീ കബൂലാക്കി തരണേ റബ്ബേ. ആദ്യം പറഞ്ഞ എൻ്റെ ആഫിയത്തോടുള്ള ദീർഘായുസ് എനിക്ക്, എൻ്റെ ഉമ്മക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, റിസ്ഖ് വിശാലത എൻ്റെ കുടുംബത്തിന്, അഖീബത്ത് നന്നായി അവസാനം നന്നായി മരിക്കാൻ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, ഇന്നിങ്ങനെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്ത് ആ പവിത്ര ദിനത്തെ നിങ്ങളെന്താക്കുക? വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ പ്രയാസങ്ങൾ മാറാൻ ഈ പരിശുദ്ധ ദിനം കാരണമാകും, ഒരു സംശയവും വേണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ. ഇനി പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അന്ന് രാത്രി നമുക്ക് ലൈവിലൂടെ സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചിലപ്പോൾ ഇശാ കഴിഞ്ഞിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അസറിന് ശേഷമായിരിക്കും. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അറിയിക്കുന്നുണ്ട് ഗ്രൂപ്പുകളിൽ. നമുക്ക് ആ സമയത്ത് ഒന്നിച്ച് ഓതുന്നെങ്കിൽ അങ്ങനെ ഓതാം. പിന്നെ ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റാത്ത ആർത്തവരക്തം വരുന്ന ഹൈദുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, അന്നത്തെ രാത്രി നിങ്ങൾ ഖുർആൻ ഓതാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ആ ഖുർആൻ ഓതുന്ന ആളുകൾ അടുത്തിരുന്നത് കേൾക്കുക. വീട്ടിൽ വേറെ ആരെങ്കിലും ഓതുന്നുണ്ടാവുമല്ലോ, മക്കൾ ഓതുന്നുണ്ടാവും. ആ മക്കൾ ഓതുന്ന സമയത്ത് അടുത്തിരുന്നുകൊണ്ട് നമ്മൾ കേൾക്കുക. ആദ്യത്തെ യാസീൻ ഓതുമ്പോൾ അല്ലാഹ് എൻ്റെ ആഫിയത്തുള്ള ദീർഘായുസ് എനിക്ക് വേണം എന്ന് കരുതി അവർ യാസീൻ ഓതും. മനസ്സുകൊണ്ട് കരുതി നമ്മൾ ദിക്ർ ചൊല്ലുക. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ നിയ്യത്ത് കരുതും. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ നിയ്യത്ത് കരുതുക. ചൊല്ലാൻ ഒരുപാട് ദിക്റുകളുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം നമ്മൾ നിത്യമായിട്ട് രാത്രി മുഴുവനും ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഇത് ചൊല്ലാം. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലാം. ഇല്ലെങ്കിൽ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഓതാൻ പറ്റാത്ത ആളുകൾ ആ സമയത്ത് അങ്ങനെ ഔറാദുകളിൽ മുഴുകി എന്താക്കുക? ഈ പരിശുദ്ധ ദിനരാത്രത്തെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അവനിഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളൊക്കെ പൊടുത്തി തരണം റഹ്മാനെ. അള്ളാഹ് ഈ പരിശുദ്ധ ബറാഅത്ത് നിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തി തരണം റഹ്മാനെ. അള്ളാഹ് നീ ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തി തരണം റഹ്മാനെ. ഈ പരിശുദ്ധ ബറാഅത്തിൻ്റെ ദിനരാത്രങ്ങൾ ആ ദിനത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അന്നത്തെ രാത്രിയിൽ അള്ളാഹുവെ ഞങ്ങളെ റിസ്ഖ് നീ വിശാലമാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകം ദുന്യവിയായ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു എല്ലാം നൽകും. റാഹത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിൻ്റെ ഹിമമി എയർ ഓയിൽ ഞാൻ തേക്കലൊടുങ്ങി 12 ദിവസം ഇന്നത്തേക്ക് തേക്കലൊടുങ്ങി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി. ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും പോയി. മുടികൊഴിച്ചിൽ ഒരു 80% മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ. ഞാൻ 12 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല റിസൾട്ടാണ് ഉസ്താദ്.